ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് ഒട്ടും മടിയില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇത്ര ലാഗായി പോകുന്നത്. നമ്മളെല്ലാ വീഡിയോസും എടുക്കലുണ്ട്, പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. സാധാരണ വിഷുവിന് ഇക്ക ഉണ്ടാവാറില്ല, വർക്കിലായിരിക്കും എപ്പോഴും. അതുകൊണ്ട് നമ്മളിങ്ങനെ പടക്കം കാര്യങ്ങളൊന്നും വാങ്ങാറില്ല. ഇത്തവണ ഇക്ക ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ആർഭാടമാക്കാൻ വിചാരിച്ചു നമ്മുടെ വിഷു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ കുറച്ച് സമയം വൈകി. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പടക്കങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഇത്തവണ നമ്മൾ പൊട്ടണ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇതുപോലെ കമ്പിത്തിരി, ചക്രം, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇത്തവണ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പെരുന്നാളിൽ ഞാൻ പോയി വാങ്ങിയതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ചക്രം, 2-3 കമ്പിത്തിരി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണയൊക്കെ പോയി വാങ്ങിയോണ്ട് എന്തൊക്കെയോ കുറച്ച് വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പിറ്റത്തെ ദിവസം ഉച്ചയാണ് കേട്ടോ. ഇക്കതേ വാഴയിലൊക്കെ വെട്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഭയങ്കര സദ്യയൊക്കെയാണെന്ന്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സദ്യയായിരുന്നു കേട്ടോ അത്. അങ്ങനെ മക്കളും എല്ലാവരും കൂടിയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. മക്കൾക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പച്ചക്കറി ആയതുകൊണ്ട് അവർ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. വിളമ്പി ഇപ്പം നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് വിളമ്പി കൊടുത്തന്നേ ഉള്ളൂ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പായസം നമ്മൾ വാങ്ങുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ കുടിച്ച് നമ്മുടെ സദ്യയും കഴിഞ്ഞു.